ചിലവർക്ക് പാലുൽപ്പന്നങ്ങളോ, കൊഞ്ച്, കണവ, കക്ക ഇതൊക്കെ അലർജി ഉണ്ടാക്കുന്നതായി കാണാറുണ്ട്. അതേപോലെ ചിക്കൻ, ബീഫ് ഇതും മിക്കവർക്കും അലർജി രോഗങ്ങൾ ഉണ്ടാക്കുന്നതായി കാണാറുണ്ട്. ചെങ്കണ്ണ് ദീർഘകാലം നിൽക്കുന്നതായി കാണുന്ന അലർജിക് കൺജങ്ക്റ്റിവിറ്റീസ് അതും അലർജിയുടെ ഒരു വിഭാഗം തന്നെ. വരണ്ട ചുമ നീണ്ടകാലം നിൽക്കുന്നത് അലർജിക് ബ്രോങ്കൈറ്റിസ്. മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും കഫം വരിക, കടുത്ത തലവേദന, കുനിയുമ്പോഴുള്ള തലവേദന കൂടുക ഇതൊക്കെ അലർജിക് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. അലർജിക് ഡെർമറ്റൈറ്റിസ് ിൽപ്പെടുന്ന കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, എറ്റോപ്പി ഇതും അലർജിയുടെ വകഭേദം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ബഹുമുഖമുള്ള ഒരു വില്ലനാണ് നമ്മുടെ അലർജി. അലർജിയെ ഒരു വൃക്ഷമായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളെ ആ വൃക്ഷത്തിന്റെ ചില്ലകളായി നമുക്ക് സങ്കല്പിക്കാം. ഒരു വ്യക്തിയുടെ പാരമ്പര്യ ഘടനയും പ്രതിരോധശേഷിക്കുറവും കാരണമാണ് ഈ ഓരോ ലക്ഷണങ്ങൾ ഓരോ സമയത്തായി പ്രത്യക്ഷപ്പെടുന്നത്. ഹോമിയോ മെഡിസിൻസിന്റെ സഹായത്തോടെ വളരെ നല്ല രീതിയിൽ നമുക്ക് ജീവിച്ച് മുന്നേറാവുന്നതാണ്.